ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്. ഇപ്പൊ രാവിലെ നമ്മുടെ അനുമോളോട് അനീഷ് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് വാശി പിടിച്ച് ആ ബെഡിൽ നിന്ന് മാറിക്കിടന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ പീരീഡ് സമയത്ത് ശരീരത്തിന് കുറെ അസ്വസ്ഥതകളുള്ളതല്ലേ? എന്തിനാ ഇങ്ങനെ മാറിക്കിടന്നത്? ഇത്രയും ബെഡ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും എന്തിനാ അനുമോള് അവിടെ പോയി കിടന്നിക്കാൻ വേണ്ടി വാശി പിടിച്ചതെന്ന് നമ്മുടെ അനീഷ് അനുമോളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ ഈ സമയത്ത് വീട്ടില് ഒറ്റയ്ക്ക് കിടന്ന് നല്ല നിലത്തൊക്കെ കിടന്ന് ശീലിച്ചിട്ടുള്ളത്, എനിക്കത് പ്രശ്നമില്ലെന്ന് പറയുന്നു. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, വാശി പിടിച്ച് ഇനി അങ്ങനെ പോയി കിടക്കല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, എത്രക്ക് പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ, ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, എന്തിനാ നമ്മൾ അങ്ങനെ വാശി പിടിക്കുന്നത്? അതങ്ങനെ വാശി പിടിക്കാൻ പാടില്ലെന്ന് അനീഷ് പറയുന്നുണ്ട്. അനീഷിനെ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. അനുമോൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും ചെറുതായിട്ടെങ്കിലും മനസ്സ് വിഷമിച്ച് അനുമോൾ എവിടെങ്കിലും ഇരുന്ന് പുള്ളിക്കാരൻ ഓടി ചെല്ലും എന്താ കാര്യമെന്ന് തിരക്കാനായിട്ട്. വേറെ ആരുടെയും കണക്കല്ല, ആദിലെയും നൂറേയും പോലും കണക്കല്ല. അവര് പിടിവാശി പിടിച്ച് എവിടെങ്കിലുമൊക്കെ മാറി നിൽക്കുന്നതല്ല, നിൽക്കും. പക്ഷെ അനീഷയുടെ അങ്ങനെയല്ല. അനുമോൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഷമം അനുമോൾക്കുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഓടി ചെന്ന് ചോദിക്കും എന്താ വിഷയം എന്ന്. അത്രയ്ക്ക് ഒരു നല്ല മനസ്സിന് ഉടമയാണ് പുള്ളിക്കാരൻ. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീരീഡ് സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇഷ്യൂകളും എന്താണെന്ന് പുള്ളിക്കാരനറിയാം. പക്ഷെ ഇന്നലെ നിവിനാണെങ്കിൽ അത് മനസ്സിലാക്കാതാണ് ഇന്നലെ അവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്. ഉം, കാരണം ഈ അതിൻ്റെതായ അസ്വസ്ഥതകൾ അത് സ്ത്രീകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, പുരുഷന്മാർക്ക് അത് മനസ്സിലാവണമെന്നില്ല. എന്നാൽ കുറേ പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അതിൽ പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ അനീഷ്